ഒറ്റയ്ക്ക് 370 ലോക്സഭാ സീറ്റുകൾ നടക്കുന്ന കാര്യം വല്ലതും പറയൂ മോദി സാറേ എന്നാണ് ജനങ്ങൾ കൃത്യമായി പറയുന്നത്. 370 പോയിട്ട് 272 സീറ്റ് പോലും ഇത്തവണ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ കഴിയില്ല. എവിടെ പിടിക്കുമെന്നാണ്. ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഒന്നും തന്നെ പഴയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അതിന് കാരണം അതിശക്തമായി ഇന്ത്യ മുന്നണി പ്രതിപക്ഷ സഖ്യം രൂപീകരിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നിടത്തോളം കാലം ഇനി മുന്നേറ്റം ബി ജെ പിക്ക് അപ്രായോഗികം തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ ചരിത്രവും. ബീഹാറിൽ വലിയ മുന്നേറ്റമൊക്കെ ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായി എൽ ജെ പിയോടൊപ്പം കൂട്ടുപിടിച്ച് നടത്തിയെങ്കിൽ അതേ എൽ ജെ പി ഇപ്പോൾ നാലായി പിളർന്നിരിക്കുകയാണ്. ഒരിടത്ത് പശുപതി പാരസ് എന്ന് പറയുന്ന രാംവിലാസ് പാസ്വാന്റെ സഹോദരനും അതോടൊപ്പം തന്നെ രാംവിലാസ് പാസ്വാന്റെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാനും തമ്മിൽ വടംവലി നടക്കുകയാണ്, ആരാണ് ഒന്നാമൻ എന്ന രീതിയിൽ. തീർച്ചയായും അങ്ങോട്ടും ഇങ്ങോട്ടും എൽ ജെ പി വോട്ടുകളിൽ വിള്ളലുണ്ടാകും, അള്ളുവയ്ക്കും. ഇതിലൊന്നും ഒരാൾക്കും എതിരഭിപ്രായമില്ല. അത് സ്വാഭാവികമായും ബി ജെ പിയുടെ കെട്ടുറപ്പിനെ ബാധിക്കും. ഹിന്ദുസ്ഥാൻ അവാം മോർച്ച നേതാവായ ജതൻ റാം മഞ്ചി എന്ത് ചെയ്യണമെന്നറിയാതെ മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ 120 സീറ്റ്, അതായത് ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും കൂടെ ചേർന്ന് വരുന്ന ഈ 120 സീറ്റുകളിൽ കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിക്ക് 60 സീറ്റുകൾ തികച്ച് കിട്ടിയാൽ അത് മഹാഭാഗ്യമായിരിക്കും. പിന്നെയുള്ളത് പശ്ചിമ ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിലാണ്. അല്ലെങ്കിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നും നേട്ടം കൊയ്യാനാണ് ബി ജെ പിയുടെ പ്ലാൻ ബി. ഉത്തരേന്ത്യ കൈവിട്ടാൽ അതിന് പകരമായി കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ്. പക്ഷേ പതിവിലും കവിഞ്ഞ രീതിയിലുള്ള നഷ്ടം ഉത്തരേന്ത്യയിൽ സംഭവിച്ചാൽ പിന്നെ അത് തിരിച്ചുവരവിന് കാരണമാകില്ല. കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇനി ബി ജെ പിക്ക് പ്രതീക്ഷയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർണാടക തൂത്തുവാരിയ ഒരു അനുഭവം, അത് വീണ്ടും അയവിറക്കിക്കൊണ്ട് അവിടെ മുന്നേറ്റം നടത്താമെന്ന് വിചാരിച്ചാൽ ഡി കെ കൃത്യമായി തന്നെ തട്ടകത്തിൽ കയറി കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പരിപ്പങ്ങ് വാങ്ങിവെച്ചാൽ മതി എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. തെലങ്കാനയിലും ഈ രീതിയിലുള്ള മുന്നേറ്റം ഇനി നടക്കില്ല. പല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും വമ്പൻ നേതാക്കളെ ഇറക്കി സീറ്റുകൾ കുത്തനെ കൂട്ടിക്കളയാം എന്നുള്ള വിചാരം, അത് വെറും വിചാരം മാത്രമായിരിക്കും. അതിനകത്ത് ഒരു കഴമ്പും കാണില്ല എന്നുള്ളത് എടുത്തു തന്നെ പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തവണ വോട്ട് ഷെയറിലും വർധനവ് കാണില്ല, സീറ്റുകളിലും വർധനവ് കാണില്ല, പകരം ഗണ്യമായ കുറവ് മാത്രം. അങ്ങനെ ഭരണഘടനയെ മാറ്റിയെഴുതാൻ വേണ്ടി ബി ജെ പിക്ക് കൂടുതൽ വോട്ടുകൾ നൽകണം. അതുവഴി ജനാധിപത്യ രീതികളെ പോലും വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്നു എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ഒരിക്കലും സമ്മതിക്കില്ല. രാജസ്ഥാനിൽ ഒരു നേതാവ് തുറന്നടിച്ച് പറഞ്ഞത് ഭരണഘടനയെ മാറ്റാനുള്ള ഭൂരിപക്ഷം ഞങ്ങൾക്ക് തരാനാണ്. അങ്ങനെ തരാൻ മാത്രം മണ്ടരാണോ ഭാരതത്തിലെ ജനങ്ങൾ എന്ന ചോദ്യം കോൺഗ്രസ് എല്ലായിടത്തേക്കും പ്രചരണായുധമാക്കുമ്പോൾ അതൊരു വലിയ തീപ്പന്തമായി മാറുകയാണ്.